മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ മേക്കപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബ്രൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെവി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ രോമം ഉണ്ടെങ്കിൽ ആ ഒരു രോമത്തിൽ കൂടെ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടാട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഹെവി ആയിട്ടുള്ള മേക്കപ്പുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർസ് ഞാൻ റിമൂവ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഏതെങ്കിലും ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട്. അതിന് മുന്നേ ആയിട്ട് സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാകണം കേട്ടോ. സ്കിന്നിന് മുകളിലേക്കൊന്ന് വലിച്ചു പിടിച്ചിട്ട് താഴ്ഭാഗത്തേക്ക് വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കളയാനായിട്ട്. അപ്പം ഞാൻ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടും. ഷേവ് ചെയ്തതിന് ശേഷം എന്ത് സാധനം സ്കിന്നിലിട്ടാലും പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇട്ടോളൂ.